ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബയോ ഓഗ്മെൻറ്റേഷൻ ആണ്. നമുക്കറിയാം കുറേ ഇതുപോലത്തെ ടേംസ് ഉണ്ട്. ബയോ റെമഡിയേഷൻ, ഫൈറ്റോ റെമഡിയേഷൻ, ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ ഓഗ്മെൻറ്റേഷൻ, ഇതുപോലത്തെ ഒരുപാട് ടേംസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഈ ഒരു ടേമിനെ കുറിച്ച് ഞാൻ പറയാം, ബയോ ഓഗ്മെൻറ്റേഷൻ. ബയോ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ബയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജീവനുള്ള ലിവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനായിരിക്കാം ബയോ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരു ഏരിയയിൽ ഡിഗ്രഡേഷൻ നടക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണെങ്കിൽ അത് ആ ഏരിയയിലുള്ള സോയിൽ ഫെർട്ടിലിറ്റീനെയും മറ്റും ബാധിക്കും. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെയും അതുവഴി ആ ഒരു എക്കോസിസ്റ്റത്തിനെ, എക്കോളജിയെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നതിന് ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ബയോ ഓഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ മൈക്രോബ്സിനെ ആ സ്ഥലത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രാക്ഷൻസ് വഴി ഒരുപാട് ഫെർട്ടിലിറ്റി കൂടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക, കണ്ടാമിനേഷൻ കുറച്ചിട്ട് ആ ഏരിയയിൽ കൂടുതൽ ഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ വരുമ്പോൾ അതിനെയാണ് ബയോ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ വേറെ എന്തൊരു ഗ്രൂപ്പ് ഓഫ് മൈക്രോബ്സിനായിക്കോട്ടെ ഒരു ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മൈക്രോബ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് വേറെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയായിരിക്കാം അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? മെയിനായിട്ട് അത് ആക്റ്റീവ്ലി ഗ്രോയിങ് ആയിരിക്കണം. പിന്നെ ഒരുപാട് ഇൻട്രാക്ഷൻസ് പോസിബിൾ ആയിട്ടുള്ള മൈക്രോബ്സ് ആയിരിക്കണം. എൻവയോൺമെൻറ്റുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷൻസ് നടത്തുന്ന മൈക്രോബ്സിനായിരിക്കണം നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അവർ സർവൈവിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. സർവൈവിങ് കപ്പാസിറ്റി ഇല്ലാതെ ആ ഒരു സ്ഥലത്ത് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ പറ്റുന്നത്, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത്. കണ്ടാമിനേഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൂടുതൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. ആ മൈക്രോബ്സിൻ്റെ ഒരുപാട് ഡൈവേഴ്സിറ്റി, ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ ആ സ്ഥലത്ത് നമുക്ക് ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ ഡിഗ്രഡേഷൻ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഫാക്ടേഴ്സ് എല്ലാം, ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനും കൂടി അതിൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ സോയിലിലേക്കാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോയിലുള്ള pH, ഓക്സിജൻ്റെ ലെവല്, ടെമ്പറേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഈ മൈക്രോബ്സിൻ്റെ സർവൈവലിനെയും ആക്ടിവിറ്റീനെയും ഇൻട്രാക്ഷൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയാം. ഇനി ഇതിനൊരു 3-4 സ്റ്റെപ്പ് വൈസുള്ള ഒരു പ്രോസസ്സാണ് ഈ ബയോ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ, ആ ഒരു ഏരിയ കൃത്യമായിട്ട് സ്റ്റഡി നടത്തുന്നത് വെച്ചാൽ ആ സ്ഥലത്തുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള മൈക്രോബിയൽ വെറൈറ്റീസിനെ സ്റ്റഡി നടത്താം. അതേപോലെ തന്നെ ഡിഗ്രഡേഷൻ പ്രോസസ്സ് എത്രത്തോളം നടക്കുന്നുണ്ട്, അതായത് എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താം. അങ്ങനെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ഇൻഡിജിനിയസ് വെറൈറ്റി എത്രത്തോളം ഡിഗ്രഡേഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ടെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം ആ ഡിഗ്രഡേഷൻ പ്രോസസ്സ് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത്. അതായത് അവിടെയുള്ള മൈക്രോബ്സിന് ആ സ്ഥലത്തുള്ള ഡിഗ്രഡേഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം, സോയിൽ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്യുക. ആ അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു വെറൈറ്റീസിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പുതിയ മൈക്രോബ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പോസിബിൾ ആയിട്ടില്ലേ ആ ഒരു എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മൈക്രോബ്സിനെ നമ്മൾ അങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു 3 സ്റ്റെപ്പ് വഴിയാണ് ഈ ബയോ ഓഗ്മെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് നടത്തുന്നത്. ഫസ്റ്റ് ആ സ്ഥലത്തെ ഇൻഡിജിനിയസ് മൈക്രോബിയൽ വെറൈറ്റീനെ സ്റ്റഡി നടത്തുക. അതിനുശേഷം അതൊന്ന് അനലൈസ് ചെയ്യുക, അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് അനലൈസ് ചെയ്തിട്ട് പുതിയ ഗ്രൂപ്പ് ഓഫ് മൈക്രോബ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് മൈക്രോബ്സ് എന്നുള്ള പേരിൽ മാത്രമാണ് പറയുന്നത്. ഈ സ്പെസിഫിക് മൈക്രോബ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോബ്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞാൽ സ്യൂഡോമോണസ്, ആസ്പെർജില്ലസ്, ഫ്ലാവോബാക്ടീരിയം, അങ്ങനെയുള്ള സ്പീഷീസിനായിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ബാക്ടീരിയാസിനായിരിക്കും ബയോ ഓഗ്മെൻറ്റേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ ബയോ ഓഗ്മെൻറ്റേഷൻ പ്രോസസ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്
ഒന്നിപ്പോൾ ബയോ റിയാക്ടേഴ്സിൽ നമുക്ക് ഫെർമെൻറ്റേഷൻ പോലുള്ള ബയോ റിയാക്ടേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മൈക്രോബ്സിൻ്റെ എഫിഷ്യൻസി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ ഈ ബയോ റിയാക്ടേഴ്സിലും മറ്റുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം വരുന്നത്. ഇനി ഈ ഇപ്പോൾ പറഞ്ഞതിന് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഉള്ള അതേ സമയത്ത് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ആദ്യം നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടുന്നു, ഒരുപാട് എന്താ പറയുക ഓക്സിജൻ്റെ അവൈലബിലിറ്റി കൂടും, സോയിലിൽ ഓക്സിജൻ്റെ അവൈലബിലിറ്റി കൂടും, ന്യൂട്രിയൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് എഫിഷ്യൻ്റായിട്ട് ഗ്രോത്ത് നടത്താൻ വേണ്ടി പറ്റും. അത് ആ ഒരു ഫുഡ് ചെയിനിന് മൊത്തത്തിൽ അത് എഫക്റ്റ് വരും എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റും മറ്റും യൂസ് ചെയ്യുന്ന സമയത്ത് എഫിഷ്യൻ്റായിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു ഡിഗ്രഡേഷൻ എന്നുള്ള പ്രോസസ്സ്, വേസ്റ്റിൻ്റെ ഡിഗ്രഡേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൈക്രോബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽസിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഡിഗ്രഡേഷൻ ആവശ്യത്തിനായി ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പിന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് മൊത്തം ദോഷമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കെമിക്കൽസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈസി ടു യൂസ് ആണ്. അതായത് ഇത്തരത്തിലുള്ള മൈക്രോബ്സ് നമ്മൾ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ തന്നെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മൈക്രോബ്സിൻ്റെ ആവശ്യം വരുന്നില്ല. കുറച്ച് മൈക്രോബ്സ് യൂസ് ചെയ്താൽ തന്നെ നമ്മളെ ആവശ്യത്തിനുള്ള ആ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസിൽ പറയാനുള്ളത്. പക്ഷേ ഇത്ര അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ലിമിറ്റേഷൻസും ഉണ്ടാവും. ലിമിറ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗുണം നമുക്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ഡൈവേഴ്സ് ആയിട്ടുള്ള മൈക്രോബ്സിനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കാം. അവർ മറ്റുള്ള പല ആൻറ്റിബയോട്ടിക്സും ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസും മറ്റും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫിഷ്യൻസിയിലേക്ക് അത് എത്തണമെന്നില്ല. അതുപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള മൈക്രോബ്സും ഉണ്ടാവും ആ സ്ഥലത്ത്. അപ്പോൾ അവരുമായിട്ടൊരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും എത്തില്ല. ഇൻഡിജിനസ് വെറൈറ്റി കുറച്ചും കൂടി ശക്തിയുള്ള വെറൈറ്റി അവിടെ ഓൾറെഡി ഉള്ളതാണെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോബിയൽ സെക്രീഷൻസും മറ്റും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത മൈക്രോബ്സ് ഫുള്ളും നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ, ഒരു കാര്യമില്ലാതെ വരും. അതുപോലെ തന്നെ നമുക്ക് പ്രിഡേഷൻ എന്നുള്ളൊരു പ്രശ്നം വരും. അതായത് മറ്റുള്ള മൈക്രോബ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോബ്സിനെ പ്രേ ആയിട്ട് അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു ചെറിയ എമൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിന് ഒരുപാട് ഡിവൈഡ് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ആ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇൻട്രാക്ഷൻ നടത്താനും ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന ബയോ ഓഗ്മെൻറ്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് അതിൻ്റെ എഫിഷ്യൻസിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. നമ്മളിപ്പോൾ പറഞ്ഞത് ബയോ ഓഗ്മെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. ബയോ ഓഗ്മെൻറ്റേഷൻ വരുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള മൈക്രോബ്സിൻ്റെ സ്പീഷീസ് പേരുകൾ പറഞ്ഞു. അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഇപ്പോൾ ബയോ ഓഗ്മെൻറ്റേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.